പ്രിയ കുട്ടികളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദേശാഭിമാനി അക്ഷരമുറ്റം ടാലൻറ്റ് ഫെസ്റ്റിന് വേണ്ടി അക്ഷരമുറ്റം പതിപ്പിനെ അടിസ്ഥാനമാക്കിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. കറണ്ട് അഫയേഴ്സ് ഭാഗവും ഒളിമ്പിക്സും വിടുമെന്ന് കുറച്ച് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കറണ്ട് അഫയേഴ്സ് ഭാഗം ആഗസ്റ്റ് 1 2 വീഡിയോ ആയിട്ട് നൽകിയിട്ടുണ്ട്. അതുകൂടി ഇതിൻ്റെ കൂടെ പഠിക്കണം. ഒളിമ്പിക്സ് അടുത്ത വീഡിയോ ആയി നൽകാം. മക്കളെ, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യണേ. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു? 6 എണ്ണം. 1 വെള്ളിയും 5 വെങ്കലവും. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി വെള്ളി മെഡൽ നേടിയതാര്? നീരജ് ചോപ്ര. ജാവലിൻ ത്രോയിലാണ് ലഭിച്ചത്. എറിഞ്ഞ ദൂരം 89.45 മീറ്റർ. പാരീസ് ഒളിമ്പിക്സിൽ ഒന്നാമതെത്തിയ രാജ്യം ഏത്? അമേരിക്ക. അമേരിക്കക്ക് 40 സ്വർണവും 44 വെള്ളിയും 42 വെങ്കലവുമായി ആകെ 126 മെഡൽ നേടി. ഒന്നാമതെത്തിയത് അമേരിക്ക, രണ്ടാമത് ചൈന. പാരീസ് ഒളിമ്പിക്സിൽ ഏറ്റവും വേഗതയേറിയ പുരുഷ താരം ആര്? നോഹ ലൈൻസ്, അമേരിക്കക്കാരനാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ വേഗമേറിയ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ജൂലിയൻ ആൽഫ്രഡ്. പാരീസ് ഒളിമ്പിക്സിൽ ഫൈനലിന് മുമ്പായി അയോഗ്യമാക്കപ്പെട്ട ഇന്ത്യൻ വനിതാ താരം വിനഗ് ഫോർഗട്ട് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗുസ്തി. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പരമോന്നത പുരസ്കാരമായ ഒളിമ്പിക്സ് ഓർഡർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് താരം? അഭിനവ് ബിന്ദ്ര. പാരീസ് ഒളിമ്പിക്സിൽ നീന്തൽ മത്സരങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള റഫറി പാനലിൽ ഉൾപ്പെട്ട മലയാളി? എസ് രാജീവ്. 2024 മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിക്ഷേപിച്ച ലോകത്തിലെ ആദ്യ രാജ്യമേത്? ജർമ്മനി. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടെ തകർന്ന ഗാസയിലെ ചരിത്രപ്രസിദ്ധമായ കൊട്ടാരം ഏത്? അൽ ബാഷ കൊട്ടാരം. അന്തരീക്ഷ ഓക്സിജൻ സ്വീകരിച്ച് പറക്കുന്ന ISROയുടെ ആദ്യ റോക്കറ്റ് ഏത്? ATV. അഡ്വാൻസ്ഡ് ടെക്നോളജി വെഹിക്കിൾ. ലോകത്ത് ആദ്യമായി ബയോമെട്രിക് സ്മാർട്ട് ട്രാവൽ രീതിയിൽ നടപ്പിലാക്കിയ വിമാനത്താവളം ഏത്? സയ്യിദ് അന്താരാഷ്ട്ര വിമാനത്താവളം, അബുദാബി. അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് പ്രത്യേക മാർഗരേഖ പുറത്തിറക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? കേരളം. 24 മണിക്കൂറിനുള്ളിൽ 11 ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയത്? ഇൻഡോർ, മധ്യപ്രദേശ്. GI ടാഗ് പദവി ലഭിച്ച മുഷ്ക് ബഡ്ജ് അരി എവിടെ നിന്നുള്ള ഉൽപ്പന്നമാണ്? ജമ്മു കാശ്മീർ. രാജ്യത്ത് ആദ്യമായി മഴമാപിനി വെബ്സൈറ്റ് സ്ഥാപിതമായത് എവിടെ? വയനാട്. രാജ്യത്തിൻ്റെ 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ പ്രമേയം? വികസിത ഭാരതം. 2024 ജൂലൈ മൈക്രോസോഫ്റ്റിനുണ്ടായ സാങ്കേതിക തകരാർ അറിയപ്പെടുന്നത് ഏതു പേരിൽ? ബ്ലൂ സ്ക്രീൻ ഡെത്ത്. ഏതു രോഗത്തിനെതിരെയുള്ള കുടുംബശ്രീ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിനാണ് ശ്രദ്ധ? അർബുദം. ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ 7 വിക്കറ്റുകൾ നേടി ലോക റെക്കോർഡ് നേടിയ താരം? ചാർലി കാസൽ. മ്യൂസിയം മൃഗശാല വകുപ്പിൻ്റെ കീഴിൽ സംസ്ഥാനത്തെ ആദ്യ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് എവിടെ? തളിപ്പറമ്പ്, കണ്ണൂർ. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ ചരക്കു കപ്പലേത്? സാൻ ഫെർണാണ്ട്. ആദ്യ കപ്പൽ ഷെൻഹുവ 15 ആണ്. ഇത് ചരക്കു കപ്പലാണ്, പ്രത്യേകം ശ്രദ്ധിക്കണേ. 2024 ജൂണിൽ യുനെസ്കോ പുറത്തിറക്കിയ ലോകത്തിലെ 7 മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ഏക മ്യൂസിയം ഏത്? തുഞ്ച് സ്മൃതിവനം, ഗുജറാത്ത്. 2023 യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഉൾപ്പെട്ടത് നമ്മുടെ കോഴിക്കോടാണ്. ഇന്ത്യയിലെ ആദ്യ സൗരദൗത്യമായ ആദിത്യ L1 ലഗ്രാഞ്ച് പോയിന്റ് 1 ചുറ്റുമുള്ള ആദ്യ ഹാലോ ഭ്രമണപഥം പൂർത്തിയാക്കിയത് എന്ന്? 2024 ജൂലൈ 2. ഒരു തവണ ഭ്രമണം ചെയ്യാൻ 178 ദിവസമാണ് എടുത്തത്. അനധികൃത ആൻറ്റിബയോട്ടിക് മരുന്നുകൾ വിപണിയിലെത്തുന്നത് തടയാൻ ഡ്രഗ് കൺട്രോൾ വകുപ്പ് രൂപം കൊടുത്ത ഓപ്പറേഷൻ ഡബിൾ ചെക്ക്. ലോകത്താദ്യമായി ഹൈഡ്രജൻ ട്രെയിൻ നിലവിൽ വരുന്നത് ഏത് രാജ്യത്താണ്?
ജർമ്മനി. 2024 ജൂലൈ ഏത് ഇന്ത്യൻ താരത്തിൻ്റെ ചിത്രം പതിച്ച സ്വർണ്ണ നാണയമാണ് ഫ്രഞ്ച് മ്യൂസിയമായ ഗ്രവിൻ പുറത്തിറക്കിയത്? ഷാരൂഖ് ഖാൻ. ഷാരൂഖ് ഖാൻ്റെ ചിത്രം പതിച്ച സ്വർണ്ണ നാണയമാണ് ഫ്രഞ്ച് മ്യൂസിയം പുറത്തിറക്കിയത്. മഴയി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? AK കുമാരൻ മാസ്റ്റർ. ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആര്? ബാലഗംഗാധര തിലക്. കേരളത്തിൽ ആദ്യ നിയമസഭ നിലവിൽ വന്നതെന്ന്? 1957 ഏപ്രിൽ 1. കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രി? KR ഗൗരിയമ്മ.